ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. കേമമായ ഒരു കാര്യം. ഉദ്ഘാടനത്തോടുകൂടി പ്രവർത്തനം നിർത്തി പട്ടിപ്പറമ്പ് മലേശമംഗലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ജനങ്ങളെ വഞ്ചിക്കുന്നു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ പട്ടിപ്പറമ്പ് മലേശമംഗലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉദ്ഘാടനത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. 2025 നവംബർ 3 വലിയ ആഘോഷങ്ങളോടെ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും അടുത്ത ദിവസം തന്നെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രം പട്ടിപ്പറമ്പ് മലേശമംഗലം പൂതനക്കര തുടങ്ങി നിരവധി വാർഡുകളിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകേണ്ടതായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ആശുപത്രി തുറന്നു പ്രവർത്തിപ്പിക്കാത്തത് ജനവഞ്ചനയാണെന്ന ആരോപണമുയരുന്നു. ആരോഗ്യമന്ദിരം ഉടൻ തുറന്നു നൽകണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ M. ഉദയൻ ആവശ്യപ്പെട്ടു. തിരുവല്ലാമലക്കാരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് മലേശമംഗലം സബ് സെന്റർ. മലേശമംഗലത്തെ സബ് സെന്റർ പട്ടിപ്പറമ്പിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏതാണ്ട് 55 ലക്ഷം രൂപ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് പൂർത്തീകരിച്ചതാണ്. എല്ലാ പണിയും പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അതിലത്തെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതിൻ്റെ കൂടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സബ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഇതുവരെ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് പോലും ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നേക്കാം. അതിനു മുമ്പ് ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ച് ആരോഗ്യ സബ് സെൻറ്റർ പ്രവർത്തനക്ഷമമാകേണ്ടതാണ്. പ്രത്യേകിച്ച് മഴക്കാലപൂർവ്വ രോഗങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായും ഒരു സബ് സെൻറ്ററിൻ്റെ പ്രവർത്തനം വളരെ അത്യന്താപേക്ഷിതം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 55 ലക്ഷം രൂപ പൂർത്തീകരിച്ചുകൊണ്ടാണ് 55 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വികസന സെമിനാറിൽ അവതരിപ്പിച്ച വികസന സമിതി കൂടുകയും വികസന സെമിനാറിൻ്റെ കരട് പദ്ധതി രേഖ കാണാനിടയായി. ഇതിലിപ്പോഴും ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പേജ് നമ്പർ 22 ആരോഗ്യ മേഖല തിരുവല്ലാമലയിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങളും പ്രശ്ന വിശകലനങ്ങളെക്കുറിച്ചും ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോഴും പറയുന്നത് പട്ടിപ്പറമ്പ് സബ് സെൻറ്റർ നിർമ്മാണം എന്നാണ്. അപ്പോൾ പട്ടിപ്പറമ്പ് സബ് സെൻറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന വസ്തുത പോലും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. അപ്പോൾ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ബോർവെൽ അടക്കം മറ്റ് സബ് സെൻറ്ററുകളെ അപേക്ഷിച്ച് കുടിവെള്ള പ്രശ്നങ്ങളടക്കം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ സംഭാവന ചെയ്ത സ്ഥലമാണ്. ജനങ്ങൾ പിരിവ് നടത്തി വാങ്ങിച്ചെടുത്ത സ്ഥലത്താണ് പട്ടിപ്പറമ്പ് സബ് സെൻറ്റർ പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അയൽവാസികളൊക്കെ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ അവരൊക്കെ സന്നദ്ധരാണ്. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇപ്പോഴും അത് പൂട്ടിക്കിടക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് അധികാരികൾ നടപടികൾ ഉണ്ടാവണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.